വളരും തോറും പിളരുകയും അതുപോലെ പിളരും തോറും വളരുകയും ചെയ്യുന്ന കേരള കോൺഗ്രസ് ഒരിക്കൽ കൂടി പിളരുകയാണ്. ഈ വാർത്തകൾ പുറത്തുവരുന്നത് കുറച്ചു ദിവസങ്ങളിൽ കൂടുതലായി. അതായത് കേരളത്തിൽ കുറെ കേരള കോൺഗ്രസ് ഉണ്ടെങ്കിലും പിളരാനെങ്കിലും ശേഷിയുള്ള ഒരു കേരള കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. അത് കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ്. ബാക്കിയെല്ലാം മെലിഞ്ഞുണങ്ങി ഒട്ടി നാമാവശേഷമായി നിൽക്കുകയാണ്. കെ മാണിയാണെങ്കിൽ മരിക്കുന്നത് വരെ എങ്ങനെയെങ്കിലും UDF തുടരണം എന്ന് മാത്രം ആലോചിച്ച ഒരു നേതാവ്. ആ വലിയ നേതാവിന്റെ മകന് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇങ്ങനെ ജാഥയും കൊണ്ട് നടക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ ഉള്ളത്. ആ കേരള കോൺഗ്രസിനെ ഇപ്പോൾ 5 കൊല്ലമായി നിയന്ത്രിക്കുന്നത് മന്ത്രി റോഷി അഗസ്റ്റിനാണ് താനും. അധികാരത്തിന്റെ ശീതള ഛായയിൽ വിഹരിച്ച റോഷിക്ക് ഇനി ജോസ് കെ മാണി നേതാവായിട്ട് വേണം എന്നില്ല. അത് കേരള കോൺഗ്രസിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇനി എന്ത് പാർട്ടി എന്ന് പറഞ്ഞാലും പരസ്പരം അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് അവർക്ക് വരിക തന്നെ ചെയ്യും. നേതാവിനെ തള്ളിപ്പറയുകയും പുതിയ പാർട്ടി ഉണ്ടാക്കുകയും അതാണ് ഇപ്പോൾ രൂപം കൊള്ളാൻ സാധ്യതയുള്ള കേരള കോൺഗ്രസ് മാർക്സിസ്റ്റ് എന്ന തമാശയുടെ പേരിൽ പറയപ്പെടുന്ന റോഷി അഗസ്റ്റിന്റെ പാർട്ടി. അധികാരം കിട്ടാൻ ആരുമായും ചങ്ങാത്തം കൂടാൻ അവർക്ക് യാതൊരു മടിയും ഉളുപ്പുമില്ല. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് വീണ്ടും പിളർപ്പിന്റെ വക്കിലേക്കാണോ എന്ന ആശങ്കയാണ് ഇപ്പോൾ പാർട്ടി പ്രവർത്തകരിൽ ശക്തമായി അലയടിക്കുന്നത്. ജോസ് കെ മാണിയുടെ കയ്യിൽ നിന്നും മൈക്ക് പിടിച്ചെടുത്ത പാലായിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കുമെന്ന് റോഷി അഗസ്റ്റിൻ പ്രഖ്യാപിച്ച സംഭവം പാർട്ടിക്കുള്ളിലെ വിള്ളലുകൾ വീണ്ടും പുറത്തു കൊണ്ടുവന്നു. സ്ഥാനാർത്ഥികളെ പാർട്ടി തീരുമാനിക്കുമെന്ന് ജോസ് കെ മാണി പറഞ്ഞിട്ടും പാലായിൽ ജോസ് കെ മാണി മത്സരിക്കുമെന്ന് റോഷി അഗസ്റ്റിൻ ആവർത്തിച്ചു പറഞ്ഞു. ഇത് തോന്നിവാസമാണ്. തമാശയിൽ അവസാനിക്കുമെന്ന് കരുതിയ ആ നീക്കം ഇപ്പോൾ എത്തി നിൽക്കുന്നത് പിളർത്താനുള്ള റോഷിയുടെ തന്ത്രം എന്ന നിലയിലേക്കാണ്. സ്ഥാനാർത്ഥികളെ പാർട്ടി തീരുമാനിക്കുമെന്ന ജോസ് കെ മാണിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് അതിന് ഘടകവിരുദ്ധമായിട്ട് റോഷി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. കേരള കോൺഗ്രസ് UDF പോകുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നിരുന്നുവെന്നും അതിന് തടയിട്ടത് റോഷി അഗസ്റ്റിൻ ആയിരുന്നുവെന്നും CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ചില യോഗങ്ങളിൽ പരാമർശിച്ചതായ വാർത്തകൾ പുറത്തുവന്നതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. ഇതോടെ പാർട്ടിയിലെ ആഭ്യന്തര തർക്കങ്ങൾ നാട്ടുകാർക്കിടയിലും ചർച്ച വിഷയമാവുകയായിരുന്നു. ഈ വാർത്ത തെറ്റാണെന്ന് പിന്നീട് CV വർഗീസ് വ്യക്തമാക്കിയെങ്കിലും കേരള കോൺഗ്രസിനകത്തെ വിഭാഗീയത കൂടുതൽ രൂക്ഷമാവുകയായിരുന്നു. കേരള കോൺഗ്രസിന്റെ ചെയർമാന് താനാണെന്നും റോഷിയല്ല എന്നും തെളിയിച്ചു കൊടുക്കാൻ ജോസ് കെ മാണി ശ്രമം തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായതാനും. LDF മധ്യമേഖല ജാഥ കായംകുളത്തെന്നും ആരംഭിച്ചത് മുതൽ ജോസ് കെ മാണിയാണ് നേതൃത്വം നൽകിയത്. PK ബിജുവും KK ശൈലജ ടീച്ചറും അടക്കമുള്ള CPM നേതാക്കളെ കൂടി പോയതല്ലാതെ റോഷി അഗസ്റ്റിനെ ജോസ് കെ മാണി മൈൻഡ് ചെയ്തിട്ടേയില്ല. യാത്രക്കിടെ നടന്ന പത്രസമ്മേളനത്തിൽ ഒന്നിലും റോഷി ഇല്ല. അതിനെല്ലാം മുതലും പലിശയും ചേർത്ത് തന്റെ തട്ടകമായ ഇടുക്കിയിൽ എത്തിയപ്പോൾ റോഷി പണി കൊടുത്തു. റോഷി അഗസ്റ്റിൻ നടത്തിയ പ്രഖ്യാപനം മാധ്യമങ്ങളിലൂടെ സ്വന്തം സാന്നിധ്യം ശക്തമായി അറിയിക്കാനുള്ള ശ്രമമായിരുന്നുവെന്നും എതിർപക്ഷം ആരോപിക്കുന്നുണ്ട്. ഇത് വെറും ആവേശത്തിൽ പറഞ്ഞതാണ് എന്ന് ജോസ് കെ മാണി ലഘൂകരിക്കാൻ ശ്രമിച്ചുവെങ്കിലും മുതിർന്ന നേതാക്കൾക്കിടയിൽ റോഷിയോടുള്ള അസംതൃപ്തി വർദ്ധിച്ചു വരികയാണ്. റോഷി എന്ത് വില കൊടുത്തും വിജയിപ്പിക്കണമെന്ന CPM ഇടുക്കി ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം പരസ്യമായിട്ട് പിൻവലിക്കേണ്ടി വന്നതും ജോസ് കെ മാണി അനുകൂലിക്കുന്നവരുടെ അമർഷം നേരിടേണ്ടി വന്നതുമാണ് റോഷിയുടെ സ്ഥിതി കൂടുതൽ പരിങ്ങലിലേക്ക് എത്തിച്ചത്. യുവതലമുറയിൽ നിന്നും വരുന്നതിന്റെ എടുത്തുചാട്ടമാണ് റോഷിയുടെ പരാമർശമെന്ന് പറഞ്ഞ അദ്ദേഹത്തെ പക്വതയില്ലാത്ത നേതാവായി ചിത്രീകരിക്കാൻ ജോസ് കെ മാണി ശ്രമിക്കുന്നുവെന്ന വികാരവും റോഷി അഗസ്റ്റിൻ വിഭാഗത്തിന് ഉണ്ടുതാനും. ഇതിനിടയിലാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും പ്രവർത്തകർ ചേരിതിരിഞ്ഞ് തമ്മിൽ തല്ല് തുടങ്ങിക്കഴിഞ്ഞത്. റോഷിക്ക് CPM പിന്തുണ കൂടുകയും ജോസ് കെ മാണി UDF ചായ്വിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ പുതിയ പാർട്ടിയുടെ വരവ് അനിവാര്യമായിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും മാണി എന്ന പേര് ജോസ് കെ മാണി വിട്ടുകൊടുക്കില്ല. അപ്പോൾ കേരള കോൺഗ്രസ് മാർക്സിസ്റ്റ് എന്നായിരിക്കും റോഷി അഗസ്റ്റിന്റെ പാർട്ടിക്ക് പറ്റിയ പേര്.